പരിശ്രമം നിർത്താൻ പാടില്ല കേട്ടോ. അത് ചുഴുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കയറ്റിയ ഇവിടെ പിന്നെ പിടിച്ചോട്ടോ. ഇവിടെ കയറ്റി അത് പിടിക്കും. അങ്ങനെ പിടിച്ചിരിക്കും. ഞാൻ അപ്പൊ അതിന്റെ മുകളിൽ കൂടെ മണ്ണ് കൊടുത്തിട്ട് തരാം. ഒരു 2 ലോഡ് മണ്ണായി ഇട്ടിട്ട് അടുത്തത് ഞാൻ പിടിച്ചിട്ടോ. ഞാൻ അടുത്തേക്ക് അയച്ചോട്ടെ. പിടിച്ചെന്നിട്ടോ വിടമാട്ടെ. രണ്ടെണ്ണം പിടിക്ക് പിടിച്ചെന്നിട്ടോ. സാലിയോ നാരായണത്ത് ഭ്രാന്തനൊക്കെ എത്രേ സൈഡാ. ഇജ്ജ് എത്ര മക്കളുണ്ടാക്കുന്ന ഇപ്പം തന്നെ ഒരു കവിത എഴുതിയേക്ക. 12 മക്കളെ പെറ്റൊരമ്മ അതിൽ സാധനം പോകുമ്പോ സാലിയോ ഞാൻ എന്താ പറഞ്ഞേ? പറ്റൂല പറ്റൂല എത്ര വട്ടം പറഞ്ഞു. ഞാനേ അവിടെ നിന്നുള്ള വള്ളത്തിന് തടയാ. അപ്പൊ ഒരു സമാധാനം കിട്ടും. ഇവിടെ കൂടുന്ന വെള്ളത്തിൽ ഞാൻ ഇവിടെ വിട്ടേക്കാം. ഇവിടെ ഇവിടെ ഇട്ട് ഇവിടെ ഇട്ടോ. ഇയാൾ കലക്കിയില്ലേ? ഞാനൊരു ബുദ്ധിമുട്ട് അവിടെ കൂമ്പാരാക്കിയില്ല. ഞാൻ അടുത്ത് ബ്ലോക്ക് ചെയ്യാട്ടോ. അവിടെ നിർത്താൻ അവിടെ നിർത്താൻ പോലും നമുക്ക് അവരുടെ പരിശ്രമം സഫലീകരിക്കണ്ട്. പുറത്തുനിന്ന് മണ്ണ് വേണ്ടേ? ഇവിടുത്തെ മണ്ണ് താഴ്ന്നു പോവുകയാണ്. കുറച്ചുകൂടി എന്നാലും അവിടെ എടുക്കാൻ വെച്ചോളൂ. എടുത്തോക്കാം. സാലിയോ ഇനി എന്താണ്ടാവും? നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഫുള്ളാക്കി ഫുള്ളാണ്ട് അടഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെള്ളം വന്നാൽ കൂടും. അതിൻ്റെ മേൽക്കൂടെ പോരും. അതിന്റെ മുകളിൽ കൂടെ ഇട്ട് വരും ഞങ്ങള്. ഇനിയിപ്പുറത്ത് അവിടുന്ന് ലോങ്ങും കൂടി ഇപ്പത് പിടിക്കും. സാലിയോ പൊട്ടത്തിലാണ്. ആ വെള്ളം അടിച്ചു കയറുന്നില്ലേ? പൊന്തിച്ചിട്ട് നല്ല ഹൈറ്റിൽ വെള്ളം ഇല്ലാത്തവണ് എടുക്കണം. ഇവിടെ നിൽക്ക് ആവി നേരത്തെ എടുത്തിരുന്ന പോലെ.
പോണേ അതോ ഇവിടെ കൂമ്പാരാക്കി ഇവിടെ വലുതാക്കിക്കോ ഞാൻ കാല് വെച്ചിട്ടുണ്ട് ഇവിടെ പൊട്ടുന്നു ഇവിടെ ഇട് ഇവിടെ ഇട്ടോ ഒന്നുകൂടി വെള്ളം ആയിട്ട് കെട്ടിക്കുന്നു പെരിയാർ ഡാം ഒക്കെ മുറിച്ചാക്കിയിരുന്നു ഇവിടെ മാത്രം അങ്ങനെ വഹിച്ചു അതേനെ തുറന്നിട്ടാലോ വെള്ളം പവറൊക്കെ നമുക്ക് വെള്ളം തുറന്നിട്ടില്ലെങ്കിൽ പുഴയമ്മ ശാദിക്കും പുഴയമ്മ ഈ രണ്ട് ചെരുപ്പ് അവിടെ ഇരുന്നോട്ടെ കേട്ടോ ഇത് കാലിൻ്റെ മുകളിൽ കൂടെ എത്താം ഇത് കാലെടുത്ത് അപ്പോൾ പോരും അവിടെ നല്ല താത്തല്ലേ അപ്പോൾ അവിടെ വളരെ സുഖം തോന്നും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പൊതിങ്ങ നീണ്ടൂലടാ വളരെ ഇങ്ങനെ നീണ്ടൂലേ ഇവിടുന്ന് അവിടെ നിൽക്കലേ ആബിദ എന്താ പറഞ്ഞു അങ്ങനെ അവർ എൻ്റെ ചെരുപ്പും കൊണ്ടുപോയി അവരുടെ പണികൾ പുരോഗമിക്കും കൈകളില്ലാതെ വിമാനം പറത്തിയ ചരിത്രത്തെയും സയൻസ് കണ്ടുപിടിച്ച 4 മിനിറ്റിനുള്ളിൽ മൈലുകൾ ഓടാൻ മനുഷ്യന് കഴിയില്ല എന്ന് തകർത്ത ഓട്ടക്കാരൻ്റെ ചരിത്രം വെട്ടിച്ചുകൊണ്ട് സാലിഹ് വളയത്തും ആബിദും തുടരുന്നവരുടെ പരിശ്രമം ചരിത്രത്തിൻ്റെ ഒരേടിൽ അവർക്കും ഒരിടം വേണമെന്ന വാശിയോടുകൂടി പലരും പറഞ്ഞു നോക്കി കഴിയില്ല അവർ തളർന്നില്ല ഒരാത്മവിശ്വാസം അവർക്ക് വീണ്ടും സാന്ത്വനമായി അവരുടെ അടുത്ത പദ്ധതി പുതിയ റൂട്ടുണ്ടാക്കി പഴയ റൂട്ടിനെ തടയലാണ് പുതിയ റൂട്ടിനുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു വിശ്രമം അവരെന്തെന്നറിഞ്ഞിട്ടില്ല വിശ്രമം മാത്രമേ അവരുടെ ജീവിതത്തിലെ ഡിക്ഷണറിയിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ സാലിപ്പോൾ പറയുന്നു ഇനിയുള്ള പണി വളരെയധികം റിസ്കേറിയതാണെന്ന് പക്ഷെ അവർ നിർത്തുന്നില്ല അങ്ങനെ ആ തടാകം അവിടെ മുളപൊട്ടുകയാണ് പണി പൂർത്തിയാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ അവർ വീണ്ടും തുടരുന്നു ആദ്യം പലയിടത്തു നിന്നായി മണ്ണുകൾ വാരിയെടുക്കുമ്പോൾ വീണ്ടും പറയുന്നു അത് തന്നെയാണ് വീഡിയോ എടുക്കുന്ന ആൾക്കും പറയാനുള്ളത്. സാലിഹ് വളയത്ത് പറഞ്ഞ വാക്ക സുലൈമാൻ്റെ ചെക്കന.